ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ദോശ പൊടിച്ചമ്മന്തി. ഇത് നല്ല ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് സൂക്ഷിച്ച് വെച്ചേക്കാവുന്നതാണ്. ആ മൂപ്പ് നന്നായിട്ട് മൂപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു 5-6 മാസം അല്ലെങ്കിൽ 1 കൊല്ലം വരെയും സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പം എന്തൊക്കെ എടുത്തേക്കുന്നത് നോക്കാം. ഞാൻ ഇവിടെ 1/2 കിലോ ഉഴുന്ന്, അതിന് കൃത്യം 1 കപ്പ് സാമ്പാർ പരിപ്പ്, ഒരു 1/2 കിലോയുടെ അളവെന്ന് പറയുന്നത് 25 ചരടമുളക്, എരിവില്ലാത്ത ചരടമുളക്, ടീസ്പൂണിന് അല്ലെങ്കിൽ ടീസ്പൂണിന് ഒരു 2 ടീസ്പൂൺ കായപ്പൊടി, ഒരു 2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഇത് ഇപ്പൊ ഈ സ്പൂണിന് അല്ലെ ടേബിൾ സ്പൂണിന് നിറച്ചിട്ടിട്ടുണ്ട്. ഇത്ര സാധനങ്ങളാണ് വേണ്ടിയത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഓരോന്നും നമുക്ക് പരുവത്തിന് വറുത്തെടുക്കണം. നല്ല നല്ല ചുമന്ന മൂപ്പ് ഇല്ലെങ്കിൽ കേടായിപ്പോ. അതുകൊണ്ട് ഉഴുന്നാദ്യം മൂപ്പിക്കും, പിന്നെ പരിപ്പ് മൂപ്പിക്കും. പരിപ്പ് ഇച്ചിരി മൂത്ത് വരുമ്പോഴത്തേനും നമ്മൾ മുളകിടും. മുളകിന്റെ കൂടെ കായം എല്ലാം കഴിയുമ്പോൾ കായവും ഉപ്പും ചേർക്കും. നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഒരു പാത്രം വെച്ചു, അതിലേക്ക് ഉഴുന്നാദ്യം വറക്കാനായിട്ട് തട്ടിയിട്ട് കൊടുക്കാം. ഇനി ഇതിച്ചിരി ചുവപ്പ് നിറം വരെ മൂക്കട്ടെ. അതിപ്പം മൂപ്പ് കണ്ടോ? ഇത്രയും മൂത്താലേ അത് നമ്മുടെ പൊടി കേടാവാതിരിക്കത്തുള്ളൂ. ഉഴുന്ന് നല്ലപോലെ മൂത്തു. കളർ കണ്ടോ? നല്ല ബ്രൗൺ കളറായി. ഓഫ് ചെയ്യാമേ. ഓഫ് ചെയ്താൽ ഇച്ചിരി നേരം കൂടെ ഇളക്കിക്കോണേ. ഇച്ചിരി മൂത്തപ്പോഴത്തേന് നമ്മൾ ആ മുളകും കൂടെ 25 മുളക് കൂടെ നമ്മൾ എടുത്തു വെച്ചു. അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. അപ്പോഴ് കണ്ട പരിപ്പും മുളകും നന്നായിട്ട് മൂത്തിട്ടുണ്ട്. കിരികിരാ നല്ല സ്വരം കേൾക്കുന്നു. പരിപ്പിന്റെ കളർ കണ്ടല്ലോ നിങ്ങൾ. ഇതിലേക്ക് നമുക്ക് തീ ഓഫ് ചെയ്തിട്ടിട്ട് ഉപ്പും കായപ്പൊടിയും ഇട്ട് കൊടുക്കാമേ. എന്നിട്ട് കുറച്ചു നേരം കൂടെ ഇളക്കണേ. ആ ചൂടൊന്ന് കുറയുന്നിടം വരെ കുറച്ചു നേരം ഇളക്കണം. ഇനി ഇതിനെ നമ്മൾ ആറിക്കഴിയുമ്പോൾ നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുക്കും. അപ്പൊ നമ്മുടെ പൊടി റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചത്. ഇത് നല്ല കണ്ടെയ്നറിൽ സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു ടേസ്റ്റ് മാറാതെ നമുക്ക് എപ്പം വേണേലും എടുക്കാം. വെളിയിൽ കുറച്ചായിട്ട് എടുത്തു വെക്കുക.